ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് കമന്റ് അയച്ച് ചോദിച്ച ഒരു കാര്യമാണ് അസിസ്റ്റന്റ് സെയിൽസ്മാനെ കുറിച്ചും ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാനെ കുറിച്ചാണ്. അപ്പോൾ ഏത് ജില്ലയിൽ വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടും, കഴിഞ്ഞ വർഷത്തെ നിയമന നില എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ നിലവിലത്തെ കട്ട് ഓഫ് എത്രയാണ്, അതേപോലെ തന്നെ നിലവിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എത്രയാണ്, ഇനി ഏറ്റവും സേഫ് ആയിട്ട് നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റിയ ജില്ലകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന ഇതേപോലുള്ള എല്ലാ ന്യൂസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും, അത് അപ്പോൾ തന്നെ ലഭിക്കുന്നതുമായിരിക്കും. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ കാര്യത്തിലേക്ക് പോകാം. അതായത് നമുക്കറിയാം 527/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ നിലവിൽ PSC നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അതിന്റെ നിലവിൽ വന്നിരിക്കുന്നത് 30/12/2024 നോട്ടിഫിക്കേഷൻ വന്നത്. ലാസ്റ്റ് ഡേറ്റ് 29/1/2025 വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള ഒരു പോസ്റ്റാണ് ഈ പറയുന്ന നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാന് 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള, ഡിഗ്രി ഉണ്ടോ അല്ലെങ്കിൽ ഡിഗ്രി ഇല്ല, അല്ലെങ്കിൽ എന്താണ് PG ഉണ്ട്, അല്ലെങ്കിൽ BTech ആണ്, MTech ആണ്, അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് പാസ്സായതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി താഴെ വേറെ കമന്റ് ഒന്നും നിങ്ങൾ ചോദിക്കേണ്ട, എനിക്ക് ഡിഗ്രി ഉണ്ട് സാർ, അല്ലെങ്കിൽ PG ഉണ്ട്, അപ്പോൾ എനിക്ക് പറ്റുമോ, അങ്ങനെ ഒന്നുമില്ല. 10ാം ക്ലാസ് ജയിച്ച ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന്റെ കാറ്റഗറി നമ്പറാണ് നമ്മൾ പറഞ്ഞത് 527/2024 എന്ന്. നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ പ്രൊഫൈലിൽ കയറുക. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്, നോട്ടിഫിക്കേഷൻ്റെ അകത്ത് ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് കാറ്റഗറി നമ്പർ അടിച്ചു കൊടുക്കുക, നേരെ പോയി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ ഉടൻ തന്നെ പോയി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. കാരണം 29ാം തീയതിയിലേക്കൊക്കെ വച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ്, സൈറ്റൊക്കെ ജാം ആവും, പിന്നെ ചിലപ്പോൾ അപ്ലൈ ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാത്തവരെല്ലാവരും അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത് ഫേം വരുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ആ ഒരു എന്താണ് കെയർ ഓഫിൽ വരുന്ന ഒരു പോസ്റ്റാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ്. അപ്പോൾ പോസ്റ്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ്. അപ്പോൾ അതിന്റെ ഫേം വരുന്നതാണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. നമ്മൾ പറയാറുണ്ട് എന്താണ്, ഈ പറയുന്ന സപ്ലൈകോ അല്ലെങ്കിൽ മാവേലി സ്റ്റോർ എന്നൊക്കെ പറയുന്ന അവിടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള ജോലി ലഭിക്കുന്നത്. ഓക്കെ, ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23,000 മുതൽ 50,200 വരെയാണ് ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് ആണ് വരുന്നത്. 14 ജില്ലകളിലേക്കാണ് നിലവിൽ ഇതിന്റെ വേക്കൻസീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ 14 ജില്ലകളിലേക്ക് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് എന്താണ്, ഓരോ ജില്ലകളിലും എന്താണ് പല പല നിയമന നിലകളാണ് നിലവിൽ നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ എന്താണ്, അപ്ലൈ ചെയ്യാത്തവർ ആരെങ്കിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ പോയി എന്ത് ചെയ്യുക, 527/2024 അപ്ലൈ ചെയ്തോ. ഓക്കെ, ഇനി നമുക്ക് നേരെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അതായത് നിലവിലെ ഈ ഒരു എക്സാം വരുന്നത് എന്നാണെന്നുള്ളത് PSCയുടെ എന്താണ് ആനുവൽ ടെനറ്റേറ്റീവ് കലണ്ടറിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 527/2024 അസിസ്റ്റന്റ് സെയിൽസ്മാൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് 2025 ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ നിലവിൽ നമുക്ക് എന്ത് വരുന്നത്, എക്സാം വരുന്നത്. അപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസങ്ങളിലായിരിക്കും എക്സാം വരുന്നത്. PSC നിലവിൽ എന്താണ്, ഇത് വൺ ടൈം എക്സാം ആയിട്ട് തന്നെ നമ്മുടെ LGSഉം LDC ഒക്കെ നമ്മൾ എഴുതിയ ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു എക്സാം ആയിരിക്കും എന്ത് വരുന്നത്, അസിസ്റ്റന്റ് സെയിൽസ്മാനും വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എന്താണ്, 2025 ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസങ്ങളൊന്ന് എന്ത് ചെയ്തോ, സെറ്റ് ചെയ്ത് വെച്ചോ. അപ്പൊ നമുക്കിനി ഏകദേശം എന്താണ്, ഈ പറയുന്ന 5-6-7 മാസങ്ങളോളം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇനി സിലബസ് എന്താണ്, എങ്ങനെ പഠിക്കണം, എവിടെ അപ്ലൈ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് പറഞ്ഞു, അതായത് പോസ്റ്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ 527/2024. സ്കെയിൽ ഓഫ് പേ നമ്മൾ പറഞ്ഞു 23,000 50,200 ആണ്. ഇനി ഏജ് ലിമിറ്റ് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ എപ്പോഴും ചോദിക്കാറുണ്ട്, സാറേ ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണെന്നുള്ളത്.
18 to 36 ആണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. അപ്പോൾ ജനറൽ കാറ്റഗറി 18 to 36. OBC ആണെങ്കിൽ ഒരു 3 വർഷം കൂടി നമുക്ക് റിലാക്സേഷൻ വരുന്നുണ്ട്, 39. SC/ST കാൻഡിഡേറ്റിനാണെങ്കിൽ 41 വയസ്സാണ് വരുന്നത് ഏജ് ലിമിറ്റ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു SSLC ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ 29 ജാനുവരി 2025 ആണ്. എക്സാം ഡേറ്റ് ഓഗസ്റ്റ് ഒക്ടോബർ ആണ്. ഇനി നമുക്ക് ഇതിന്റെ കഴിഞ്ഞ വർഷത്തെ അഡ്വൈസ് നിയമന നിലയിലേക്ക് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എവിടെ വച്ചാലാണ് ഏറ്റവും കൂടുതൽ എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ അഡ്വൈസ് 1232 അഡ്വൈസ് നിലവിൽ പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ. ഓക്കെ, ഡിസ്ട്രിക്റ്റ് നമുക്ക് തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ അഡ്വൈസ് പോയിരിക്കുന്ന മക്കളെ എത്രയാണ്? 267 പേർക്കാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ 66 മാർക്കാണ് തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. മെയിൻ ലിസ്റ്റിൽ 892 പേരാണ് കേട്ടോ മെയിൻ ലിസ്റ്റിൽ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ നിയമനം നമുക്കറിയാം, ഏതൊരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ നിയമനം വരാറുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. അതേപോലെ 267 അഡ്വൈസ് ആണ് അവിടെ പോയിരിക്കുന്നത്. ഏറ്റവും വലിയ ലിസ്റ്റിലൊന്നും എന്താണ് ഈ പറയുന്ന തിരുവനന്തപുരമാണ്. രണ്ടാമത് കൊല്ലം 93 ആണ് കേട്ടോ അഡ്വൈസ്. 93 അഡ്വൈസ് കൊല്ലത്ത്. 64 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 910 പേരുടെ മെയിൻ ലിസ്റ്റ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 51 പേർക്ക് നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അഡ്വൈസ് പോയിട്ടുണ്ട്. കട്ട് ഓഫ് എന്ന് പറയുന്നത് 61 ആണ് പത്തനംതിട്ടയുടെ. മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് 392 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ആലപ്പുഴ നോക്കുകയാണെങ്കിൽ 92 ആണ്. 61.67 ആണ് കട്ട് ഓഫ് വരുന്നത്. 599 പേരാണ് ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കോട്ടയം ആണെങ്കിൽ 59, 63 ആയിരുന്നു കട്ട് ഓഫ്. 586 പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അടുത്തത് ഇടുക്കിയാണ്. ഇടുക്കിക്ക് 29 പേര് മാത്രമാണ്. ശ്രദ്ധിച്ചു നോക്കിയോ, ഇടുക്കിക്കാരൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ. 29 പേര് മാത്രമാണ് ഇടുക്കിയിൽ എന്ത് പോയിട്ടുള്ളൂ? അഡ്വൈസ് പോയിട്ടുള്ളൂ. 64.67 അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കട്ട് ഓഫ് തന്നെ അവിടെ വന്നിട്ടുണ്ട്. 876 പേരുടെ എന്ത് ചെയ്തിട്ടുണ്ട്? ലിസ്റ്റും അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, എറണാകുളം ആണെങ്കിൽ 128 ആണ്. 57.33 504 പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് അവിടെ വന്നിരിക്കുന്നത്. തൃശ്ശൂർ ആണെങ്കിൽ 81 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. 66.33 ആയിരുന്നു കട്ട് ഓഫ്. 598 പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. പാലക്കാട് 78 പേരാണ് നിലവിൽ വന്നിരിക്കുന്നത്. അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 65.33 ആണ് പാലക്കാട്. അപ്പോൾ 78 പേർക്ക് നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അഡ്വൈസ് പോയിട്ടുണ്ട്. 598 പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് അവിടെ ഇട്ടത്. അതേപോലെ നമുക്ക് മലപ്പുറം നോക്കുകയാണെങ്കിൽ 115, 63.33 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. 730 പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് അവിടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കോഴിക്കോടാണെങ്കിൽ 99, 100 തികഞ്ഞിട്ടില്ല കോഴിക്കോടും. 66 പേർക്കാണ് നിലവിൽ അവിടെ 66 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 752 പേരുടെ മെയിൻ ലിസ്റ്റ് അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വയനാട് നമ്മൾ നോക്കുകയാണെങ്കിൽ വയനാട് 44 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. 62 ആയിരുന്നു കട്ട് ഓഫ്. 300 പേരുടെ മെയിൻ ലിസ്റ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി കണ്ണൂരാണെങ്കിലോ 75 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. 66 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 598 പേർക്ക് നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. കാസർഗോഡ് 21 പേരെ മാത്രമാണ് അഡ്വൈസ് അവിടെ പോയിട്ടുള്ളൂ. 60.67 ആണ് അവിടുത്തെ കട്ട് ഓഫ്. 477 പേരുടെ എന്ത് വന്നിട്ടുണ്ട്? ഈ പറയുന്ന മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറയുന്ന കഴിഞ്ഞ വർഷത്തെ നിങ്ങൾ ഈ പറയുന്ന കട്ട് ഓഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏകദേശം ഈ പറയുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 60 to 65 എന്ന് പറയുന്ന ഒരു കട്ട് ഓഫ് റേഞ്ചിലേക്കാണ് നിലവിലത്തെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 60 to 65 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. മെയിൻ ലിസ്റ്റ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മക്കളെ മനസ്സിലാവും. അതായത് ഒരു 900 പേരുടെ താഴെ വരുന്ന ലിസ്റ്റാണ് നിലവിൽ വന്നിരിക്കുന്നത്. 1000-ത്തേക്കാൾ താഴെ വരുന്ന ഒരു മെയിൻ ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഓരോ ജില്ലകളുടെയും. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അഡ്വൈസ് പോയിരിക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 100-ന് മുകളിലേക്ക് വന്നിരിക്കുന്ന ജില്ലകൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ തിരുവനന്തപുരമാണ്, ഒന്ന് എറണാകുളം, ഒന്ന് മലപ്പുറം. തിരുവനന്തപുരത്തിന് പൊതുവെ എത്രയാണ് അഡ്വൈസ് കൂടുതലാണ്? 267 പേരുണ്ട്. പിന്നെ വരുന്നത് എറണാകുളം 128ഉം മലപ്പുറം 115ഉം. ഇങ്ങനെയാണ് 100-ൽ കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്ന നിലവിലെ ജില്ലകൾ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 100-ൽ താഴെയും 50-ൽ താഴെയും 60-ൽ താഴെയൊക്കെ അഡ്വൈസ് മാത്രമാണ് ബാക്കിയുള്ള ജില്ലകളിൽ നിലവിൽ പോയിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു 3 ജില്ലകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിലവിൽ
ഈ പറയുന്ന 50-ൽ താഴെ വരുന്ന അതായത് 50-ൽ താഴെയാണ് നിലവിൽ അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇടുക്കി ജില്ല 29 പേർക്ക് മാത്രമാണ് ഇടുക്കി ജില്ലയിൽ അഡ്വൈസ് പോയിട്ടുള്ളൂ. അതേപോലെ തന്നെ വയനാട് പൊതുവെ എന്താണ് നിലവിൽ എന്താണ് അവിടെ അഡ്വൈസും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ എന്താണ് ഔട്ട്ലെറ്റോ കാര്യങ്ങളോ കുറവായതുകൊണ്ട് 44 കുഴപ്പമില്ല. കാസർഗോഡ് 21. അപ്പോൾ ഈ 3 ജില്ലകളിലുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. 50-ൽ താഴെ മാത്രമാണ് അവിടെ എന്ത് വന്നിട്ടുള്ളൂ, അഡ്വൈസ് പോയിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ്, ഇടുക്കി, കോഴിക്കോട് 3 ജില്ലകളും എന്താണ് നിലവിൽ ഈ കോഴിക്കോട് കൂടി നിങ്ങളൊന്ന് നോക്കുക. 99-ൽ താഴെ വന്നേക്കുള്ളൂ. പക്ഷെ അവിടുത്തെ നിലവിലത്തെ മെയിൻ ലിസ്റ്റിൽ 752 പേരും 66 അവിടെ കട്ട് ഓഫും വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഒന്ന് മെയിൻ ആയിട്ടൊന്ന് നിങ്ങൾ നോക്കിക്കോ. ഇനി ഇടുക്കിയും കോഴിക്കോടും കാസർഗോഡും ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നിലവിലെ 876 പേര് മെയിൻ ലിസ്റ്റ്, 752, 471 ആണ് മെയിൻ ലിസ്റ്റ് നിൽക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ജില്ല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 876 പേരുടെ മെയിൻ ലിസ്റ്റ് വന്നു, 64.67 കട്ട് ഓഫ് വന്നത്. പക്ഷെ അവിടെ അഡ്വൈസ് പോയേക്കുന്നത് വെറും 29 പേർക്ക് മാത്രമാണ് അഡ്വൈസ് പോയിട്ടുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഇടുക്കിയിൽ നിലവിൽ ആപ്ലിക്കൻ്റ് ആയിട്ട് വയ്ക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഇടുക്കി എന്ന് പറയുന്നത് അത്ര സേഫ് അല്ല ഒരിക്കലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 29 പേരുടെ അഡ്വൈസ് പോയി എന്ന് പറയുമ്പോൾ നിലവിലെ കഴിഞ്ഞ ലിസ്റ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ പറയുന്ന LDC അതിക്ക് മുമ്പ് വന്നുള്ള മെയിൻ ആയിട്ടുള്ള എക്സാമുകളിലൊക്കെ എന്താണ് നിലവിൽ വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തന്നെയായിരിക്കും ഇതിൻ്റെ അകത്ത് മെയിൻ ലിസ്റ്റിൽ വന്നത്. അതിൻ്റെ അകത്ത് അവർ നിലവിൽ ജോയിൻ ചെയ്യാനുള്ള എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെച്ചിരുന്നിട്ട് പോലും അവിടെ വന്നിരിക്കുന്ന വെറും 29 പേരുടെ അഡ്വൈസ് മാത്രമാണ് പോയിട്ടുള്ളൂ. കാരണം 876 പേരുടെ മെയിൻ ലിസ്റ്റ് ഇട്ടിട്ട് പോലും ആകെ 29 അഡ്വൈസ് ആണ് പോയിട്ടുള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലക്കാർക്ക് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് എറണാകുളം വക്കെയായിരിക്കും. ഇത് എൻ്റെ മാത്രമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ആലപ്പുഴ എന്ന് പറയുന്ന ജില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം 92 പേരുടെ നിലവിൽ വന്നിട്ടുണ്ട്. ഇനിയും അവിടെ എന്ത് ചെയ്യും, നിലവിൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യും, അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇടുക്കി ജില്ലക്കാർക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആലപ്പുഴ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എറണാകുളം ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളാണ് അത് അപ്ലൈ ചെയ്യേണ്ടതും നിങ്ങളെയാണ് അത് നോക്കേണ്ടത്. നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ നിലവിൽ ഇതിൻ്റെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു സംഭവം വെച്ചാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തൃശ്ശൂരും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിലവിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇടുക്കി ജില്ലയ്ക്ക് വേണമെങ്കിൽ ആലപ്പുഴ, എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുമായിരിക്കും. അതായിരിക്കും നല്ലൊരു ഓപ്ഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി ബാക്കിയുള്ള കാസർഗോഡ് ആണെങ്കിൽ, കാസർഗോഡ് ജില്ലയിലെ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കോഴിക്കോട് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കണ്ണൂര് അല്ലെങ്കിൽ മലപ്പുറം. ഓക്കെ, കാരണം ഈ ജില്ലകളിലൊക്കെ നിലവിൽ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നൊരു പോസ്റ്റ് നിങ്ങൾക്കറിയാം. അപ്പോൾ മാക്സിമം എന്താണ് വേറെ ഏതെങ്കിലും പോസ്റ്റുകൾ കിട്ടുകയാണെങ്കിൽ അവർ ആ ജോലിയിലേക്ക് പോകും. അപ്പോഴും അവിടെ വേക്കൻസി വരും, NJD വരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിലവിൽ ആ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ജോബ് സെറ്റായിട്ട് കിട്ടും. കാരണം എന്താണ്, അത്യാവശ്യം ഒഴിവുകളൊക്കെ ഈ പ്രാവശ്യം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു എന്താണ് 2025 എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഈ പറയുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികൾ എൻ്റെ അടുത്ത് ചോദിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ ഒരു പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നുള്ളതാണ്. അപ്പൊ തന്നെ കുറെ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട്, സാറേ ഇത് അതായത് എന്താണ് ഇത് നിലവില് ജെൻസിന് മാത്രമാണോ ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ലേഡീസിന് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച കുറച്ച് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും എന്താണ് ഈ പറയുന്ന ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്താണ് നിലവിൽ ഈ പറയുന്ന ആണുങ്ങൾക്കും അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, നിലവിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഇതിന്റെ സിലബസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് സിലബസിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിക്ക് മുമ്പ് ഒരു കാര്യം കൂടി കാണിച്ചു തരാം. അതായത് ഇത് തിരുവനന്തപുരം ജില്ലയുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ നിലവിലത്തെ എന്താണ് ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഇതിൻ്റെ അകത്ത് വന്നേക്കണ പേര് അനില, അതേപോലെ തന്നെ എന്താണ് സൗമ്യ 6, അതേപോലെ തന്നെ എന്താണ് തസ്നി, അതേപോലെ തന്നെ ശ്യാമ, ലക്ഷ്മി, നീതുരാജ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ അകത്ത് എന്താണ്
ഈ പറയുന്ന ലേഡീസിനും അപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ ജെൻസിനും രണ്ടുപേർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ ആ പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നുള്ള ലെവലിൽ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേ നോക്കി കഴിഞ്ഞാൽ രഞ്ജു, റോഷിണി, അതേപോലെ തന്നെ എന്താണ് കീർത്തി, അങ്ങനെ ഒത്തിരി പേര് എന്ത് ചെയ്തിട്ടുണ്ട് ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ലേഡീസിനും അതേപോലെ തന്നെ എന്താണ് ജെൻസിനും ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആകെ ഇത്രയാണ് പറയുന്നുള്ളൂ. 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയും അതേപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് എന്താണ് 18 വയസ്സ് തികഞ്ഞിരിക്കണം. ജനറൽ കാറ്റഗറി 36ഉം അതേപോലെ OBC ആണെങ്കിൽ 39ഉം SC/ST കാൻഡിഡേറ്റിനാണെങ്കിൽ 39 എന്നുള്ളത് 41 ആവും. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൻ്റെ അകത്ത് എന്ത് ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുള്ളൂ. നമുക്ക് നേരെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ നമുക്ക് സിലബസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സിലബസിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് തന്നെയായിരിക്കും ഈ പ്രാവശ്യവും സിലബസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് ചരിത്രത്തിന് 4 മാർക്കാണ്, ഭൂമിശാസ്ത്രം 4, ധനത്വശാസ്ത്രം 4, ഇന്ത്യൻ ഭരണഘടന 4, കേരള ഭരണം ഭരണ സംവിധാനം 3 മാർക്കാണ്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 4 മാർക്ക്, ഭൗതിക ശാസ്ത്രത്തിന് 3 മാർക്കാണ്, രസതന്ത്രം 3 മാർക്ക്, കലാകായികം സാഹിത്യം സംസ്കാരം 4 മാർക്കാണ്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്കാണ്, സുപ്രധാന നിയമങ്ങൾ 4 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 10 ആണ്, ലഘുഗണിതം മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധന മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10, പ്രാദേശിക ഭാഷകൾ അതിപ്പോൾ മലയാളം 10 മാർക്കാണ്. പിന്നെ നമുക്ക് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ടുള്ള ഭക്ഷ്യ പൊതുവിതരണം, സപ്ലൈകോ എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് പഠിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ LDCക്ക് എന്താണോ നിങ്ങൾ പഠിച്ചത്, അല്ലെങ്കിൽ എന്താണ് സെക്രട്ടേറിയറ്റ് OAക്ക് വേണ്ടി നിങ്ങൾ എന്താണോ പഠിച്ചത്, അല്ലെങ്കിൽ അത് തന്നെയാണ് എവിടെയും പഠിക്കേണ്ടത്. ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടും ഈ സെയിം സാധനം തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ നിലവിൽ ഈ പറയുന്ന കഴിഞ്ഞ വർഷത്തെ ഒരു എന്താണ് നിലവിലത്തെ നോട്ടിഫിക്കേഷനും അതിൻ്റെ സിലബസും സ്പെഷ്യൽ ടോപ്പിക്സും ആണ് പറയുന്നത്. ഇങ്ങനെ തന്നെ ആവാം ഇനിയും വരാനുള്ള ചാൻസ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റത്തവണ എക്സാം തന്നെയാണ് എന്ത് ചെയ്യുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടും നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല, സെയിം സിലബസ് തന്നെയായിരിക്കും. അതിൻ്റെ അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എക്സ്ട്രാ വരുന്നത് ഈ കാര്യം മാത്രമേ ഉള്ളൂ, ഭക്ഷ്യം പൊതുവിതരണം സപ്ലൈകോ എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ. ഓക്കെ, അപ്പോൾ അത്രയും മാത്രം. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളിത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നതും അതേപോലെ തന്നെ OAക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അറിയാം. LDC പഠിച്ചവർക്ക് LGS വേണ്ട, ബാക്കിയുള്ളത് മാത്രം നോക്കിയാൽ മതി. കാരണം കേരളം യൂറോപ്യന്മാരുടെ വരവ്, അതേപോലെ തന്നെ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, ലോകം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യദിനം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, അതേ ഭൂമിശാസ്ത്രമാണ്, അങ്ങനെ എല്ലാം സെയിം ഒരു വ്യത്യാസവും അവിടെ വരുന്നില്ല. എല്ലാം സെയിം ആണ് മക്കളെ, ഒന്നും നോക്കണ്ട. അത് തന്നെ എന്ത് ചെയ്താൽ മതി, വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളിൽ എന്താണ് അവശേഷിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നതാണ് എക്സ്ട്രാ നമുക്ക് പഠിക്കേണ്ട 20 മാർക്ക്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റായിട്ട് പഠിക്കണം. കാരണം ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്ന മാർക്ക് നമ്മൾ എങ്ങനെയാണോ സ്കോർ ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഇടം പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭക്ഷ്യ പൊതുവിതരണം, സപ്ലൈകോ എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ 20 മാർക്ക്, ദ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോ 5 മാർക്ക്. അതായത് സപ്ലൈകോയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമ്മൾ ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾക്ക് സെറ്റാക്കി പഠിപ്പിച്ച് വിത്ത് കോഡ് ഉൾപ്പെടെ പറഞ്ഞ് നമ്മൾ സെറ്റാക്കി തരും. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അപ്പോൾ എന്താണ് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമ്മുടെ ചാനൽ അങ്ങ് സബ് ചെയ്തോ. തൊട്ട് താഴെ നമ്മുടെ എന്താണ് ടെലഗ്രാം ചാനലിന്റെ ലിങ്കും ഉണ്ട്. നോട്ടൊക്കെ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ദിവസവും ക്ലാസ് കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്പെഷ്യൽ ടോപ്പിക്സ് ഞാൻ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ പറഞ്ഞ് പഠിപ്പിച്ച് സെറ്റാക്കി തന്നെ പോകും. അതേപോലെ പ്രീവിയസ് ഇയറിലെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്തു പോകും. പിന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ കേരള ആൻഡ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് 5 മാർക്കാണ്. കേരളത്തിലെ പൊതുവിതരണ സംവിധാനവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അവിടെ വരുന്നത്. അതേപോലെ തന്നെ കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് 5 മാർക്ക്, ഉപഭോക്തൃ ബന്ധവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഓക്കെ, അടുത്തത് റീറ്റെയിൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് മാൻഷിപ്പ് 5 മാർക്കാണ് വരുന്നത്. ചില്ലറ വ്യാപാരം, വിപണന, കച്ചവട തന്ത്രങ്ങൾ. ഓക്കെ, അപ്പൊ ഈ ടോപ്പിക്ക് മക്കളെ, അതായത് ഭക്ഷ്യ പൊതുവിതരണം സപ്ലൈകോവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന 20 മാർക്ക് നമ്മൾ എന്ത് ചെയ്യും, എക്സാമിന് മുന്നേ ആയിട്ട് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് സെറ്റാക്കി അതിൻ്റെ എന്താണ് നിലവിലെ നോട്ടും പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യും, വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നിരിക്കും. അതിൻ്റെ നോട്ട്സ് എല്ലാം നമ്മുടെ ടെലഗ്രാമിലായിരിക്കും എന്ത് ചെയ്യുന്നത്,
അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ബാക്കി എല്ലാ ടോപ്പിക്സും നമ്മൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇനി ഏകദേശം നമുക്കുള്ളത് ഒരു 8 മാസം കാലയളവാണ്. ഇത് നിങ്ങൾ എങ്ങനെ കറക്റ്റായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിയാണ്, ഈ ഒരു ജോലി അത്യാവശ്യമാണ്, ഇത് വേണമെന്നുണ്ടെങ്കിൽ, ഇതിലേക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ ആത്മാർത്ഥമായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്, അതിലൊന്നും ഒരു കോംപ്രമൈസും നമ്മൾ വരുത്തുന്നില്ല. എന്താണോ പെയ്ഡ് ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെയായിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. അതിൻ്റെ PDF നോട്ട് നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഉണ്ടാവും. എല്ലാ ദിവസവും ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നിലവിൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാത്തിൻ്റെയും 2021-24 വരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻ പോൾ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കൂടാൻ താല്പര്യമുള്ളവർ കൂടിക്കോ. നമ്മൾ സെറ്റാണ്, ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ വന്നിരിക്കും. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ് ഉടൻ തന്നെ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ എന്തായാലും കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെയും സംഭവം ചെയ്യാം. അതേപോലെ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ഗ്രൂപ്പ് ഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു പോസ്റ്റാണ്, ഒത്തിരി അധികം വേക്കൻസീസും വരുന്നതാണ്, പെട്ടെന്ന് നിയമനം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അടുത്ത ദിവസം തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. കാരണം A to Z സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് കാര്യങ്ങൾ എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ കൂടി ഉണ്ടെങ്കിൽ അവരിലേക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പറഞ്ഞാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, താഴെ വരുന്ന ഓരോ കമൻസിനും ഞാൻ എന്ത് ചെയ്യേണ്ടത്, വ്യക്തമായി തന്നെ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുമുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.